ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ വാർഷിക ബഡ്ജറ്റിൽ ക്യാൻസർ ചികിത്സയ്ക്ക് പ്രത്യേകമായ ആധുനിക ആശുപത്രി സ്ഥാപിക്കുവാൻ പദ്ധതി. ഇതിനായി ബജറ്റിൽ 2 കോടി രൂപ വകയിരുത്തി. അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി ഈ വർഷം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ക്യാൻസർ ചികിത്സാ മേഖലയിലെ എല്ലാ സേവനങ്ങളും ഒരേ കുടക്കീഴിൽ ലഭ്യമാക്കും. പ്രാരംഭഘട്ടത്തിൽ OP സേവനങ്ങളും സ്ക്രീനിംഗ് സംവിധാനങ്ങളും ആരംഭിക്കും. സാമൂഹ്യക്ഷേമം, ആരോഗ്യരംഗം, വിദ്യാഭ്യാസം, കാർഷികം, വ്യവസായം, കുടിവെള്ളം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതാണ് വൈസ് പ്രസിഡന്റ് AP സ്മിജി അവതരിപ്പിച്ച ബജറ്റ്. 202.45 കോടി രൂപ വരവും 192.64 കോടി രൂപ ചിലവും 46.14 കോടി രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. താഴെത്തട്ടിൽ നടപ്പിലാക്കുമ്പോഴുണ്ടായ അനുഭവങ്ങളും തിരിച്ചറിവുകളുടെയും വെളിച്ചത്തിൽ നിലവിലുള്ള അവസ്ഥകൾ യഥാർത്ഥ ബോധത്തോടെ വിശകലനം ചെയ്യുന്നതിൽ പുതിയ കാലത്തിന്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും ഉൾക്കൊണ്ട് നൂതനമായ സമീപനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഏറെ ശ്രദ്ധയോടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നത് ആമുഖമായി രചിച്ചിരിക്കുന്നു. മുൻപാകെ 33,53,59,768 രൂപ. കിഡ്നി വെൽഫെയർ സൊസൈറ്റിയുടെ പ്രവർത്തനം പുനരാരംഭിക്കും. വനിതകൾക്ക് സൗജന്യ യാത്രയ്ക്ക് ഷീ ബസ്, അന്താരാഷ്ട്ര സ്പോർട്സ് സിറ്റി, മണ്ണ് ജലം പരിശോധന ലാബുകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വീടും സ്ഥലവും, വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ, ആശാവർക്കർമാർക്ക് അധിക വേതനം, സ്മാർട്ട് മലപ്പുറം പദ്ധതി, പൈതൃകശാല, VR ലാബുകൾ, മഹിളാ കേന്ദ്രങ്ങൾ, ഭിന്നശേഷിക്കാർക്ക് ആക്സസ് ഓൺ വീൽസ് പദ്ധതി, കാർബൺ ന്യൂട്രൽ പദ്ധതി, സമഗ്ര ടൂറിസം പദ്ധതി, വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം, ഹൈടെക് ലാബുകൾ, ലൈബ്രറി നവീകരണം എന്നിവയ്ക്കും പ്രത്യേക പരിഗണന നൽകി. സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ, സ്വയം തൊഴിൽ പദ്ധതികൾ, ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും പ്രത്യേക ക്ഷേമ പദ്ധതികൾ എന്നിവയും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹിന നിയാസി, PK അസ്ലു, ആലിപ്പറ്റ് ജമീല, KT അജ്മൽ, അംഗങ്ങളായ വെട്ടം ആലിക്കോയ, KT അഷ്റഫ്, NA കരീം, സെക്രട്ടറി PM രാജീവ്, ഫിനാൻസ് ഓഫീസർ M മുഹമ്മദ് ബഷീർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ 31ാമത്തെ ബഡ്ജറ്റും പുതിയ ഭരണസമിതിയുടെ 1ാമത്തെ ബഡ്ജറ്റുമാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.